മോനെ ആ കമ്പനി തന്നെ ജോലി നോക്കാതെ മോൻ വേറെ ഏതെങ്കിലും കമ്പനിയിലും കൂടെ ജോലി നോക്ക്. ഞാൻ എല്ലായിടവും ജോലി തിരക്കി, ഇനി ഒരിടവും ഇല്ല ജോലി തിരക്കാൻ. ഇവിടെങ്ങും ജോലി കിട്ടാത്തോണ്ടല്ലേ ചേട്ടൻ ജോലി ഒപ്പിച്ചു തരാന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെ വിദേശത്ത് പോവാൻ. എന്നിട്ട് അതിനെ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ എന്തിനാടി അമ്മയുടെ അത്ര ദേഷിക്കുന്നത്? നിങ്ങൾക്ക് എന്തോ അറിയാം, ഞാനല്ലേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഡീ, അന്യ നാട്ടിൽ പോയി എന്റെ മോൻ ജോലി എടുത്താലേ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്നായി എന്റെ മോന് വരാൻ പോലും പറ്റത്തില്ല. ഓ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നൊക്കെ പറഞ്ഞാ മതിയല്ല, ഞാനല്ല അനുഭവിക്കുന്നത്. ഡാ മോനെ, അവളെ ചേട്ടൻ പറഞ്ഞില്ലായിരുന്ന വിദേശത്ത് ജോലി, അതും കൂടെ മോനൊന്ന് നോക്ക്. ശരി അമ്മ. അമ്മ അമ്മ എന്തിനാ ഇതൊക്കെ തൂക്കുന്ന? ആ ഹൗസ് ഓണറിന്റെ അടുത്ത് പറഞ്ഞതാ മോനെ, ഒരാളിനെ നിർത്തി ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കളിക്കുന്ന സ്ഥലമല്ലേ. അമ്മ, അവളെ ചേട്ടൻ പറഞ്ഞില്ലേ ആ വിദേശത്തെ ജോലി എനിക്ക് കിട്ടി. ആണോ മോനെ? അമ്മയ്ക്ക് വിഷമമായല്ലേ? അയ്യോ, അങ്ങനൊന്നും ഇല്ല മോനെ. മോൻ ചെന്ന് അവളോട് പറ, അവൾക്ക് ഒരുപാട് സന്തോഷാവും. അമ്മ തൂത്തോണ്ടിരിക്കാതെ പെട്ടെന്ന് അകത്തോട്ട് വാ. എനിക്ക് നിന്റെ ചേട്ടന്മാർ ജോലി കിട്ടി. ജോലി കിട്ടിയാ? ഒരാഴ്ചക്കുള്ളിൽ പോണം. ഒരാഴ്ചക്കുള്ളിൽ പോണോ? അമ്മയടുത്ത് പറഞ്ഞോ? പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞു? സന്തോഷമായിട്ട് പൂട്ടലാൻ പറഞ്ഞു. ആണാ? പിന്നെ ഞാൻ ചേട്ടനെയും ചേച്ചി ഒന്ന് വിളിച്ചു പറയാ, വൈകിട്ട് എന്നിട്ട് ഇയാൾക്ക് പോകാനുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം. സുഖമാണോ? ആ, സുഖമായിട്ടിരിക്കുന്നത്. നിങ്ങളോ? ആഹാരം കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. അക്കൗണ്ടിൽ കാശ് ഇട്ടായിരുന്നു. ആ, അക്കൗണ്ടിൽ പൈസ ഒക്കെ വന്നു. പിന്നെ വീട് വേണമെങ്കിൽ മാറിക്കോ, നല്ല വലിയ വീട് ഒക്കെ എടുത്തോ കേട്ടാ. ആ, ശരി ശരി ശരി. അമ്മ വന്നാ എന്നെ വിളിക്കാൻ പറയണേ. ആ, ശരി. എങ്ങോട്ടായി വെപ്രാളപ്പെട്ട് ഓടിപ്പോന്നേ? ജോലിയെല്ലാം കഴിഞ്ഞാ? ആ, എല്ലാം ഒതുക്കി വെച്ചു മോളെ. മോളെ, എനിക്ക് ഇന്നലെ മുതലേ ഉള്ളു കിട്ടുന്നത് ഭയങ്കര പുറം വേദനയും കൂടാതെ പനിയും തലവേദനയും എല്ലാം ഉണ്ട്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവോ നീ? ഓ, മോൻ ഗൾഫിൽ പോയതുകൊണ്ട് പച്ച പിടിച്ചില്ല, അതിനു മുന്നേ ഹോസ്പിറ്റലിൽ പോയി തന്നെ ചികിത്സിക്കണോ? എന്റെ ഷെൽഫിൽ മരുന്ന് ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. മോളെ, അത് പഴയ മരുന്നാ, അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു കാണും. ആ ഹോസ്പിറ്റലിൽ എന്നെ ഒന്ന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെച്ചാൽ മാറാവുന്നതേ ഉള്ളൂ മോളെ. എനിക്ക് ഇഞ്ചക്ഷനോ? നാളെ എന്റെ ചേട്ടനും നാത്തൂനും കൂടെ വരുവോ? അവർക്ക് എന്തുണ്ടാക്കി കൊടുക്കണോന്ന് അറിഞ്ഞുകൂടെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോഴാ നിങ്ങളോട് പനി. ഒന്ന് പോതള്ളേ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, എനിക്ക് സുഖം. ആ, മോളെന്ത് ചെയ്യേ? ആ, മോള് പോണതേ ഉള്ളൂ. അമ്മയുടെ കയ്യിൽ ഫോണൊന്നും കൊടുത്തേ. ആ, ഞാനിപ്പോ കൊടുക്കാം. എണ്ണിക്ക് അങ്ങോട്ട്. എന്താ മോളെ? നിങ്ങളുടെ മോനെ സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് വല്ലതും കുറ്റം പറഞ്ഞു. എന്റെ സ്വഭാവം അറിയാലോ. ആ, പറ മോനെ. ഹലോ, അമ്മയ്ക്ക് സുഖമാണോ? ആ, അമ്മയ്ക്ക് സുഖമാ. മോന് സുഖമാണോ? ആ അമ്മേ, എനിക്ക് സുഖം അമ്മേ. ആഹാരം കഴിച്ചോ അമ്മേ? ആ, കഴിച്ചു മോനെ. മോൻ വല്ലതും കഴിച്ചോ? ആ, ഞാൻ കഴിച്ചമ്മേ. അമ്മയ്ക്ക് അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ അപ്പൊ തന്നെ അവളത്ത് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോണം കേട്ടാ. മോനെ, അമ്മയ്ക്ക് ഒന്നുമില്ല മോനെ, ഞാൻ എന്താ അവളുടെ കൊടുക്കാം. ആ ചേട്ടാ, നാത്തോനെ വാ, കേറി വാ. ഇത് നിന്റെ അമ്മയല്ലേ? എന്താ പുറത്തിറക്കുന്നത്? അതൊന്നും സാരമില്ല, നിങ്ങൾ കേറി വാ.
പറ്റിയടി അവരെ പുറത്തു കൊടുത്തേക്കുന്നത്? അത് ഈ ചുമയും തുമ്മലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇവരകത്ത് കയറ്റി എന്റെ കുഞ്ഞിന് പനി വരുത്തില്ലേ? അയ്യോ മോളെ, 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 മോളെ. ഓ, ഈ തള്ളറ ചുമ കാരണം മനുഷ്യന് ഉറങ്ങാനും വയ്യല്ലോ. മോളെ തീരെ വയ്യ മോളെ എനിക്ക്. ചേച്ചി ഇപ്പൊ അസുഖമൊക്കെ അല്ലേ, ഇവരാണെങ്കിൽ ചുമ്മാ ചുമച്ചും തുമ്മിയൊക്കെ നടക്കും. അകത്ത് കയറ്റി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് വല്ല പനി വന്നാൽ എന്തോ ചെയ്യും ഞാൻ? അത് ശരിയാടി, എന്തായാലും അസുഖമൊക്കെ മാറിയിട്ട് അകത്തോട്ട് കയറ്റിയാൽ മതി കേട്ടോ. അതൊക്കെ വിട്. ഇന്നെന്താ കഴിക്കാൻ സ്പെഷ്യല്? അയ്യോ ചേട്ടാ, ഒരു 5 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഇരിക്കേ. ഒന്ന് എണ്ണീറ്റേ. എപ്പോ നോക്കിയാലും ഉറക്കമാണല്ലോ. പെട്ടെന്ന് പോയി മട്ടൻ മേടിച്ചോണ്ടോ. മോളെ മഴയുടെ കോളുണ്ട്, എനിക്ക് മഴ തന്നെയാൻ പറ്റത്തില്ല. ഒന്നാമത് എനിക്ക് വയ്യ. മോള് ഓർഡർ ചെയ്യും മോളെ. എന്തുവാ ഓർഡർ ചെയ്യാനാ? ഓർഡർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവര് കാത്തിരിക്കാ. പെട്ടെന്ന് നിന്നാ ഇപ്പൊ മേടിച്ചോണ്ടോ. മോളെ, മോളെ, ഇപ്പൊ വരാവേ. നമുക്ക് കഴിച്ചുടനെങ്കിൽ ഇറങ്ങാം കേട്ടോ. ഡി, എന്താ കവറില്? മട്ടനാ. മട്ടൻ അതിന് ചേട്ടൻ കഴിക്കൂലെന്ന് നിനക്കറിയത്തില്ലേ? ചിക്കൻ അല്ലേ കഴിക്കാറുള്ളൂ. അയ്യോ, ഞാൻ അതങ്ങ് മറന്നുപോയി. വേണ്ട, ചിക്കൻ മേടിക്കാം. ഇപ്പൊ പെട്ടെന്ന് പോയി ചിക്കൻ മേടിച്ചോണ്ടോ. എന്നാ പെട്ടെന്ന് പോ. മോളെ എനിക്ക് നല്ല കുളിരുണ്ട്, പുറത്ത് നല്ല തണുപ്പും. എനിക്ക് പോവാൻ വയ്യ മോളെ. എനിക്ക് മര്യാദക്ക് പെട്ടെന്ന് പോയി മേടിച്ചോണ്ടോ. ഇങ്ങോട്ടിട, എന്തു ഇത്ര താമസം? ആ ചിക്കൻ എടുത്ത് കഴിച്ചേട്ടാ. കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കൊള്ളാം കൊള്ളാം. ഇപ്പൊ നല്ലപോലെ കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ. മോളെ, മോളെ. ഓ, വിളി തുടങ്ങി. നിങ്ങൾ കഴിക്കേ, ഞാനിപ്പോ വരാം. എന്തുവാ? രാവിലെ മുതൽ ഒരു വകയും കഴിച്ചിട്ടില്ല, വിശന്നിട്ട് വയ്യ. ഒരു ഇത്തിരി ചോറ് തരുമോ എനിക്ക്? ആ, പോയി ഇരിക്കും, എടുത്തോണ്ട് വരാം. എന്നാ ചോറ്. ഇതെന്താ അച്ചാറോ? ഇറച്ചിയൊക്കെ മേടിച്ച് കറി വെച്ചില്ല, അതിൽ ഏതെങ്കിലും ഒരു ഇത്തിരി താമോളെ എനിക്ക്. ഇറച്ചിയോ? അത് അവർക്ക് വേണ്ടിട്ട് മേടിച്ചതാ, വേണമെങ്കിൽ തിന്നാ മതി. ഇറച്ചി പോലെ. ശരിയടി, ഞങ്ങൾ ഇറങ്ങുക. നീ വീട്ടിലോട്ടൊക്കെ പറഞ്ഞേ. ആ, അയ്യോ നില്ല്. അയ്യോ മറന്നൊന്ന് നിക്കണേ. സുഖമാണോ അമ്മേ? സുഖമാ മക്കളെ. ചേട്ടാ, ഇത് മട്ടനാണേ, അച്ഛന് വലിയ ഇഷ്ടാ. ഇതങ്ങ് കൊടുത്തേര്. ശരിയടി എങ്കിൽ. കുഞ്ഞെന്തിയെ കളിക്കുവാണോ? ശരി ശരി ശരി. ഡി, അമ്മയായിട്ട് സംസാരിച്ച് കുറെ നാളായി. നീ ആ ഫോണൊന്നുകൊണ്ട് കൊടുത്തേ. ആ ശരി. അതെ, നിങ്ങളുടെ മോന് കാണണോന്ന് നിങ്ങളെ. താമോളെ. എന്തിനീ കോലം കാണിച്ചിട്ട് പറയാനായിരിക്കും ഞാൻ ഇവിടെ നോക്കുന്നില്ലാന്ന്. വേണ്ട, മാറ്, വേറെ ഡ്രസ് എടുത്തിടാ. എണ്ണീരങ്ങോട്ട്. എണ്ണീരേ, ഞാൻ എന്റെ പുതിയ സാരി തരാം, അത് കൊടുത്തിട്ട് മോനെ കണ്ടാ മതി. എണ്ണീരങ്ങോട്ട്. അമ്മ സുഖമാണോ? ആ സുഖമാ മോനെ. മോന് സുഖമാണോ? ആ എനിക്ക് സുഖം അമ്മ. മറ്റേ വീടിനേക്കാളും സൗകര്യം ഈ വീടിനല്ലേ അമ്മ? ആ ശരി അമ്മ. അമ്മയെ കണ്ടാലറിയാം നല്ലപോലെ നോക്കുന്നേന്ന് അവള്. ആന്ന് മോനെ, അവളെന്നെ നല്ലപോലെ നോക്കുന്നത്. ആ ശരി അമ്മ. ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണേ. എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി. ശരി അമ്മ. ശരി മോനെ.
ഇങ്ങോട്ടേ എന്റെ പുതിയ സാരി, ഇനി ഇത് കഴുകാൻ വയ്യ. ആ കമ്പനി കൂരിയേ. എന്ന് പറയാതെ വന്നത്. ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു. അമ്മയും കൊച്ചുമൊക്കെ എന്ത് ചെയ്യണി? മോൾ ഉറങ്ങി. അമ്മ എന്ത് ചെയ്യേ? പുറത്താണ് കിടക്കുന്നത്. അയ്യോ, എന്റെ മോന്റെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പൊ പണ്ടത്തെ കണക്കൊന്നുമല്ല, ഭയങ്കര ചുമയാ. അമ്മ ഇനി ചുമച്ച് കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരണ്ടെന്ന് പറഞ്ഞ അമ്മയടുത്ത് ഞാൻ പറഞ്ഞ് വെളിയിൽ പോയി കിടക്കാൻ. എന്തുവടി അമ്മ വെളിയിൽ കിടത്തിയ? നീ ഒരു പെണ്ണാണോടി? ഈ സ്ഥാനത്ത് നിന്റെ അമ്മയായിരുന്നു ഇങ്ങനെ കിടത്തുമായിരുന്ന? ഓഹോ, അപ്പൊ നീ ഇതിനല്ലേ എന്നെ ഗൾഫിൽ പറഞ്ഞു വിട്ടതല്ലേ? മോനെ, നീ എപ്പോഴാടാ വന്നത്? നിനക്ക് സുഖമാണാടാ? നീ എന്തിനാ മക്കളെ വന്നുടനെ അവളുടെ അടുത്ത് വഴക്കിന് നിൽക്കുന്നത്? അമ്മ എൻ്റെ ഒരു വാക്കെങ്കിലും പറഞ്ഞായിരുന്ന ഇവിടെ അത്ര കഷ്ടപ്പെടുത്തുന്നത്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? മോനെ, എന്നെ അവളൊന്നും ചെയ്തിട്ടില്ലടാ. അവൾ എന്നെ നല്ലതുപോലാടാ നോക്കുന്നത്. ഒരു കുഴപ്പമില്ലടാ എനിക്ക്. മതി തള്ളേ നിങ്ങൾ ഏറ്റി കൊടുത്തത്. മോളെ, എത്ര തവണ എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ടുണ്ട്. മോളല്ലേ എൻ്റെ കയ്യിൽ ഫോൺ കൊണ്ട് തരുന്നത്. എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ മോളെ പറ്റി അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നീ എന്റെ കുഞ്ഞുനാൾ മുതൽ അമ്മയ്ക്ക് ചുമയുണ്ട്, എന്നിട്ട് എനിക്കൊന്നും വന്നില്ലല്ലോ. മോനെ, നിന്റെ കുഞ്ഞുനാൾ മുതലേ നിന്നെ ഞാൻ എങ്ങനെയാണോ വളർത്തിയത്, അതുപോലെ അവളെ കുഞ്ഞിനെ അവള് വളർത്താൻ നോക്കുവാടാ മോനെ. നിർത്തേ. നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അടിച്ചില്ലേ? ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ പോവാ. നീ പോടി. മോളെ, അവൻ എൻ്റെ കൂടെയുള്ള സ്നേഹം കൊണ്ടാ മോളെ അടിച്ചത്, അല്ലാതെ മോളെയും കുഞ്ഞിനെയും അവന് ജീവനാ മോളെ. ഇപ്പൊ തന്നെ അവൻ മോളെ എന്തെങ്കിലും ചെയ്യുമെന്നും പറഞ്ഞാടി ഞാൻ അകത്തോട്ട് കയറി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് പോലും വരുത്തില്ല. നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞുതരാം മോളെ. എന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കടി നീ. എന്തോ അമ്മ പറയുന്നത്? മോനെ, നീ സന്തോഷമായിട്ട് ജീവിച്ചാ മതി എനിക്ക്. മോളെ, അവൻ നിന്നെ അടിച്ചത് തെറ്റാ. ഞാൻ അവന് വേണ്ടിയിട്ട് ഞാൻ മോളോട് മാപ്പ് ചോദിക്കാം. മോൾ അവനെ വിട്ടു പോവല്ലേടി. അവനൊരു പാവടി. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ അമ്മ അനാഥാലയത്തിൽ പോവാന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ എന്റെ വാശിയും വൈരോഗ്യം വെച്ചുകൊണ്ടിരുന്ന ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ല അമ്മ. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കമ്മ. ഇനി ഞാൻ ഇങ്ങനെ ഒരിക്കലും അമ്മയടുത്ത് ചെയ്യത്തില്ല. ആരുമില്ല മോളെ, ഏത് കുടുംബത്തിലാ ഇതൊന്നും ഇല്ലാത്തത്? എന്നോട് ക്ഷമിക്കും. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല. അയ്യോ അമ്മ, ഞാൻ ഇപ്പൊ ചൂടുകൾ എടുത്തോണ്ട് വരാം. മോനെ, കുഞ്ഞിനെ എടുക്കടാ. അമ്മ എടുക്കാമാ കുഞ്ഞിനെ.